ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല, ചിലർക്കത് ലാഭക്കണക്കാണെന്ന് പറഞ്ഞാലോ? അതെ, പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ US-ഇസ്രയേൽ ഇറാൻ യുദ്ധം കൊണ്ട് എണ്ണ കമ്പനികൾ കൊയ്തത് കൊള്ളലാഭമാണ്. യുദ്ധം മൂലം ആഗോളതലത്തിൽ ഊർജ്ജവില കുതിച്ചുയർന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ 8 എണ്ണ കമ്പനികൾ 3 മാസത്തിനിടെ സ്വന്തമാക്കിയത് ഏകദേശം 8.55 ലക്ഷം കോടി രൂപയുടെ ലാഭമാണ്. ലോകമെമ്പാടും അത്യുഷ്ണവും കാലാവസ്ഥാ വ്യതിയാനവും കനത്ത നാശം വിതയ്ക്കുമ്പോഴും യുദ്ധം കാരണം സാധാരണക്കാർ ദുരിതം അനുഭവിക്കുമ്പോഴും പ്രമുഖ എണ്ണ കമ്പനികൾ മനുഷ്യന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ലാഭമുണ്ടാക്കി എന്നതാണ് വാസ്തവം. നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. സൗദി അറാംകോ, BP, ഷെൽ, ഇക്വിനർ, ടോട്ടൽ എനർജീസ് എന്നീ ഷെവ്രോൺ, എക്സൽ മൊബൈൽ എന്നീ 8 മുൻനിര എണ്ണ കമ്പനികൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ആകെ $93 ശതകോടി ലാഭമുണ്ടാക്കി എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് $50 ശതകോടി താഴെയായിരുന്നു. അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസങ്ങളിൽ ഈ കമ്പനികൾ ഓരോ മിനിറ്റിലും $7 ലക്ഷം ഏകദേശം 6.6 കോടി രൂപ ലാഭമുണ്ടാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ 8 കമ്പനികളുടെയും കൂടി ആകെ ഓഹരി മൂല്യത്തിൽ 3 മാസത്തിനിടെ ഉണ്ടായ വർധനവ് മാത്രം $600 ശതകോടി ആണ്. അതായത് ഏകദേശം 57 ലക്ഷം കോടി രൂപ. ഇതോടെ ഈ കമ്പനികളുടെ എല്ലാം ആകെ മൂല്യം $3 ട്രില്യൺ മുകളിലായി. യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് $126 മുകളിലേക്ക് ഉയർന്നതാണ് ഈ കമ്പനികൾക്ക് ഇത്രയും നേട്ടമുണ്ടാക്കി കൊടുത്തത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏറ്റവും ഉയർന്ന ലാഭം കൊയ്തത് സൗദി അറേബ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി അരാംകോയാണ്. ഇറാന്റെയും ഹൂതികളുടെയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടും അരാംകോയുടെ പാദവാർഷിക അറ്റാദായം 34% വർദ്ധിച്ച് $33 ശതകോടി ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷന് കാരണമായ കമ്പനികളിൽ ഒന്നാണ് അരാംകോ എന്നത് മറ്റൊരു പ്രധാന കാര്യം. US കമ്പനികളായ ഷെവ്രോൺ $12.2 ശതകോടി, എക്സൽ മൊബൈൽ $14.5 ശതകോടി ലാഭമാണ് നേടിയത്. ഷെൽ അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന പാദവാർഷിക ലാഭമായ $9.84 ശതകോടി നോർവീജിയൻ കമ്പനിയായ ഇക്വിനോർ $3.2 ശതകോടി സ്വന്തമാക്കി. BP അവരുടെ ലാഭം ഇരട്ടിയാക്കി $5.73 ശതകോടി ഉയർത്തി. അതേസമയം പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കായി നീക്കിവെക്കുന്ന തുക വൻതോതിൽ വെട്ടിക്കുറച്ചതിലും വടക്കൻ കടലിലെ എണ്ണ വാതക ബിസിനസ്സുകളും സോളാർ ബയോഗ്യാസ് സംരംഭങ്ങളും വിറ്റഴിക്കാൻ നീക്കം നടത്തുന്നതിനും BP വലിയ വിമർശനം നേരിടുന്നുണ്ട്. കമ്പനിയുടെ വാർഷിക ഊർജ്ജ പരിവർത്തന ബജറ്റ് $5 ശതകോടി നിന്ന് 1.5 മുതൽ 2 ശതകോടി കുറയ്ക്കുകയും ചെയ്തു. അതിനിടയിൽ അമേരിക്കൻ എണ്ണ കമ്പനികളായ ഷെവ്രോണും എക്സൽ മൊബൈലും യുദ്ധം മൂലമുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മുതലെടുത്ത് അമിതമായി പണമുണ്ടാക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് അന്ന് വൻ വാർത്തയാവുകയും ചെയ്തിരുന്നു. വരാനിരിക്കുന്ന നവംബർ മിഡ് ടേം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റേറ്റിംഗിൽ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ ട്രംപ്. അതിനാൽ തന്നെ ചില്ലറ വിൽപ്പന മേഖലയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രസിഡന്റ് ഇതിന് പിന്നാലെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാമുള്ള പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എണ്ണ കമ്പനികൾ കോടികൾ കൊയ്യുമ്പോൾ ലോകം ഇതുവരെ കാണാത്ത വിധമുള്ള കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഇരയാവുകയാണ് എന്നതാണ്. യൂറോപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഉഷ്ണതരംഗമാണ് ഉണ്ടായത്. മെയ് ജൂൺ മാസങ്ങളിൽ UK മാത്രം 5000-ഓളം പേരും യൂറോപ്പിലുടനീളം 20,000-ഓളം പേരും കടുത്ത ചൂട് മൂലം മരണപ്പെട്ടിരുന്നു. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും താപനില 42.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ജനജീവിതം ദുരിതവുമായി. മഴക്കുറവും വരൾച്ചയും മൂലം യൂറോപ്പിലെ കാർഷിക മേഖല തകർന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും കാലാവസ്ഥാ വ്യതിയാനം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നതും. കാനഡയിലും ഫ്രാൻസ്, സ്പെയിൻ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലും ഉണ്ടായ കാട്ടുതീ ശ്വാസകോശ രോഗങ്ങൾക്കും മരണങ്ങൾക്കും വരെ കാരണമായി. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പെട്ടെന്നുണ്ടായ കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ഉപജീവന മാർഗവുമാണ് ഇല്ലാതാക്കിയത്. അതിനാൽ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇതിപ്പോൾ പുകയുന്നൊരു വിഷയം തന്നെയാണ്. ലാഭക്കുതി അവസാനിപ്പിച്ച് എണ്ണ കമ്പനികളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തണമെന്നും അതിലൂടെ ലഭിക്കുന്ന പണം ദുരന്ത നിവാരണത്തിനും പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കുമായി വിനിയോഗിക്കണമെന്നും ഗ്ലോബൽ വിറ്റ്നസ്, ഫ്രണ്ട്സ് ഓഫ് ദി എർത്ത് തുടങ്ങിയ പരിസ്ഥിതി
സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൽക്കരി, എണ്ണവാതകം എന്നിവ ഉപേക്ഷിച്ച് പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് ലോകം വേഗത്തിൽ മാറണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വിഭാഗം തലവൻ സൈമൺ സ്റ്റീൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ വിപണിയിൽ ആശ്വാസം പകരുന്നതാണ്. പക്ഷേ കോർപ്പറേറ്റുകളുടെ ലാഭക്കണ്ണുകളിൽ സാധാരണക്കാരുടെ ജീവിതമോ നഷ്ടമോ ഒരിക്കലും ശ്രദ്ധയാകില്ല എന്നത് യുദ്ധത്തെപ്പോലെ ദുരിതം തീർക്കുന്ന കാര്യം തന്നെയാണ്.